ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയുടെ ഒരു ഗെയിമായിട്ടാണ്. നമ്മൾ ഒരു വണ്ടി സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി അപ്പുറത്ത് കിടപ്പുണ്ട്. വണ്ടി കാണിച്ചു തരാം. അവിടെ കിടപ്പുണ്ട്, ഈ ഹോട്ടലിൽ കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി. കുറേ അഴുക്കെല്ലാം പിടിച്ച് കിടക്കുകയാണ്. സെക്കൻഡ് ഹാൻഡ് വണ്ണസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് മാറ്റി വണ്ടി എടുക്കുകയാണ്. നേരെ നമുക്ക് വർക്ക്ഷോപ്പിലോട്ടാണ് കൊണ്ടുപോകുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, വണ്ണസിൻ്റെ ഡിസൈനാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഒന്നെങ്കിൽ ലെജൻസ് ഇല്ലെങ്കിൽ കൊമ്പൻ്റെ ഡിസൈൻ ആയിരിക്കും ഇത് അടിക്കുന്നത്. അപ്പോൾ അതിന് അടുത്ത വീഡിയോ ആയിട്ടേ വരത്തുള്ളൂ. ഓക്കെ, നമ്മൾ നേരെ ഇവിടുന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ അവിടോട്ട് പോകണം. നമ്മൾ ലൈറ്റെല്ലാം കയറ്റിയിട്ടാണ് വണ്ടി ഇറക്കിയേക്കുന്നത്. ഈ വണ്ടിയിലെ സ്റ്റിക്കർ ഫുള്ള് മാറ്റിയിട്ട് ഏതെങ്കിലും സ്റ്റിക്കർ അടിക്കുമായിരിക്കും നമ്മൾ. ഇപ്പോൾ ഗ്ലാസ്സേ സ്റ്റിക്കറൊന്നും കൊടുത്തിട്ടില്ല നിലവിൽ, അത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. പുള്ളി ഗ്ലാസ്സേൽ എന്താണ് ഇളക്കി കളഞ്ഞാണ്, ഗ്ലാസ് എന്താണ് പൊട്ടിയപ്പം, ഗ്ലാസ് മാറിയപ്പോൾ അങ്ങനെ ആയതാണ്. പുള്ളി ഇടണമെന്നെല്ലാം വിചാരിച്ചിരുന്നപ്പോഴാണ് വണ്ടി കൊടുത്ത് വേറെ വണ്ടി പുതിയ എടുത്തിട്ടുണ്ടായിരുന്നു പുള്ളി. നമ്മളിത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി പുതിയ വണ്ടിയെല്ലാം എടുക്കാനുണ്ട് നമുക്ക്. അപ്പോൾ കുറച്ച് ഓട്ടോ എല്ലാം ഓടി പൈസ എല്ലാം ആയി കഴിയുമ്പോൾ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ നമ്മളെ 37 രൂപയാണുള്ളത്. ഇത്രയേ ഉള്ളൂ. 170 ലിറ്റർ പെട്രോൾ കിടപ്പുണ്ട്. വണ്ടി ഡാമേജാണ്. ഓക്കെ, നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, ഇവിടുന്ന് നേരെ തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ സിറ്റിയിൽ നിന്ന് ഹൈവേയിലോട്ട് കയറുന്ന റൂട്ട് എത്താറായിട്ടുണ്ട്. ഓക്കെ, ഇനി അത്യാവശ്യം കുറേ പോകണം. ഓക്കെ, നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ അടിപൊളി റോഡിലോട്ടെല്ലാം എത്തിയിട്ടുണ്ട്. ഇനി കുഴപ്പമില്ലായിരിക്കും. ഓക്കെ ഗൈസ്, മാപ്പ് ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടെ പോകണമായിരിക്കും, അറിഞ്ഞുകൂടാ. മാപ്പിട്ടാണ് പോകുന്നത്, അതാണ് ഇങ്ങനെ മാപ്പ് ലോഡിങ് എല്ലാം വരുന്നത്. നമ്മൾ ഗൈസ് ഭയങ്കര ലാഗാണല്ലോ. ഓക്കെ, നമ്മളിനി ഹൈവേ എത്തിയിട്ടുണ്ട് മാപ്പ് ലോഡായപ്പം. ഓക്കെ, നമ്മൾ 100 കയറി. ഓ ഗൈസ്, ചെക്ക് പോസ്റ്റ് അല്ലോ, ടോൾ എത്തിയിട്ടുണ്ട്. ഈ വണ്ടി ടോൾ ഫ്രീ ആണ്. ഓ ഗൈസ്, ഇടിച്ച് ഓ മച്ചന്മാർ ഇടിച്ച് വണ്ടി. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ മിക്കവരും ലൈക്ക് ചെയ്യുക. നമുക്കൊരു 50 സബ്സ്ക്രൈബേഴ്സ്, ഇപ്പോൾ തന്നെ 36 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇനി ഒരു 14 സബ്സ്ക്രൈബേഴ്സും കൂടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 50 സബ്സ്ക്രൈബേഴ്സ് ആവും. അപ്പോൾ 50 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോൾ നമ്മൾ CPM-ൽ 5 വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ അതിന് നിങ്ങളുടെ ID, CPM കളിക്കുന്നതെല്ലാം ID ഇടുക. ഓക്കെ, നമ്മൾ നേരെ പൊക്കോണ്ടിരിക്കുകയാണ് ഇവിടുന്ന്. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെല്ലാം കൂടുതൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എപ്പോഴാണ് 50 സബ്സ്ക്രൈബേഴ്സ് അടിക്കുന്നത് അറിഞ്ഞുകൂടാ. അടിക്കുമ്പോൾ നമ്മൾ 5 എണ്ണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ നേരെ പോകുവാണ്. നമ്മൾ ഹൈവേ കയറിയാണ് പോകുന്നത്. ഇപ്പോൾ ഒരു മെയിൻ ഹൈവേയിലോട്ടാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഓക്കെ, കുറേ പോകണം. ഇവിടുന്ന് ഏകദേശം ഒരു 20 അല്ല, ഒരു 40 കിലോമീറ്ററെങ്കിലും കാണും അവിടം വരെ എത്താനായിട്ട്. ഓക്കെ, നമ്മളിപ്പോൾ കുറച്ച് വേഗത്തിലാണ് അത്യാവശ്യം പോകുന്നത്. 123-ലാണ് ഇപ്പോൾ പോകുന്നത്. 22, 23 ആ ഒരു ഇതിലാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ നേരെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ കാറെല്ലാം ഓടുന്നുണ്ട്. ഓ ഗായ്സ്, വണ്ടിയുടെ കൺട്രോൾ പോയെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട്. ഞാൻ ഇനി അവിടം വരെ എത്തിയിട്ട് ഇനി വീഡിയോ കാണിക്കാം. ഓക്കെ ഗായ്സ്, നമ്മളിതേ ഇവിടെ
അതിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ പോയാൽ മതി അവിടെ വർക്ക്ഷോപ്പിൽ എത്താനായിട്ട്. ഓക്കെ, നമ്മൾ ഇൻറ്റീരിയർ വ്യൂ എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഡിക്കേറ്റർ ഇടാം. ഓ ഗൈസ്, വണ്ടിയെല്ലാം പട്ടം വരുവാണ്. നമുക്കിപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് അകത്തോട്ട് കയറ്റാം. ഓക്കെ, നമ്മൾ നേരെ അകത്തോട്ട് കയറ്റുവാണ്. ഓക്കെ ഗായ്സ്, ഇവിടെയാണ് നമ്മുടെ ഇവൻ്റെ വർക്ക്ഷോപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതേ വർക്ക്ഷോപ്പിലോട്ട് കയറ്റുവാണ്. ഓ ഗായ്സ്, കയറ്റിയപ്പോൾ തന്നെ പ്രശ്നമാണല്ലോ, ഇപ്പം തന്നെ വണ്ടി ഇടിച്ചേനെ. ഓക്കെ, നമ്മൾ റിവേഴ്സ് എടുത്താണ് കയറ്റുന്നത്. നേരത്തെ 170 ലിറ്റർ ഉണ്ടായിരുന്നു വണ്ടിയെ, ഇപ്പം 155 ലിറ്ററേ ഉള്ളൂ. അവിടെ നിന്ന് ഇവിടം വരെ ഓടി വന്നപ്പോൾ അത്രയും തീർന്ന്. നേരെ ഇവിടോട്ട് വണ്ടി കയറ്റാം. ഇവിടെ ഒരു 2 ദിവസം 1 ദിവസം എല്ലാം എടുക്കുമായിരിക്കും സ്റ്റിക്കറിൽ അടിക്കാനായിട്ട്. അവനോട് ഞാൻ വിളിച്ച് ഫോട്ടോ അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഏത് വണ്ടിയുടെ ആണെന്ന് സസ്പെൻസാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നമ്മുടെ വണ്ടി നേരെ വിടാം. ലൈറ്റിംഗ് ഒന്നും മാറ്റുന്നില്ല. ഈ ബസ്സിൽ തന്നെ നമ്മൾ സ്റ്റിക്കർ മാറ്റുന്നത് മാത്രമേ ഉള്ളൂ, വേറൊന്നും നമ്മൾ വലുതായിട്ട് ഇത് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മളിത് ഇവിടെ വണ്ടി ഇറങ്ങാം. അപ്പോൾ മര്യാദയ്ക്ക് പാർക്ക് ചെയ്യുവാണ്. ഓക്കെ, നമുക്ക് നേരെ കറക്റ്റ് വ്യൂവിലെല്ലാം ആക്കി വണ്ടി ഓഫ് ചെയ്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. വണ്ടി ഓഫ് ചെയ്തു, ഹാൻഡ് ബ്രേക്ക് ഇട്ട് നമ്മൾ നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ, ഒന്ന് ക്ലീൻ ചെയ്തിട്ടില്ല, ഒന്ന് കഴുകിയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാം സെറ്റ് ആക്കണം. ഓക്കെ, ആക്കാം. നമ്മൾ നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.